ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചില്ലി ചിക്കൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് അങ്ങ് ബോൺസ് ഇല്ല, എന്നാൽ ചെറിയ ചെറിയ ബോൺസ് ഉണ്ട് താനും. ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ബോൺലെസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഒരു മാരിനേഷൻ റെഡിയാക്കണം. അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്. അത് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒന്നെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചെടുത്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മൈദയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് സോയ സോസ് ആണ്. സോയ സോസ് ഞാനിവിടെ 1/2 ടീസ്പൂണോളം സോയ സോസ് ആണ് ചേർക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഡാർക്ക് സോയ സോസ് ആണ്. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കുക. പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയില്ല പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. കശ്മീരി ചില്ലി ആണെങ്കിൽ നമ്മളുടെ ആ ഒരു ഇതിന് നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ കശ്മീരി ചില്ലി തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഇതിൽ നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഒരു കോട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ഇതുമൊക്കെ മസാലയും ഇതുമൊക്കെ എരിവും ഉപ്പും എല്ലാം ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കുരുമുളക് പൊടി ചേർക്കാറില്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ, പക്ഷേ കുരുമുളക് പൊടി കൂടി ചേർക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ ഇതിൻ്റെ ബാറ്റർ നമ്മൾ നോക്കുമ്പോൾ ചിക്കനിൽ നന്നായിട്ട് ഇതങ്ങ് കോട്ടാവുകയും വേണം, എന്നാൽ ഒരുപാടങ്ങ് തിക്കായിട്ടങ്ങ് കോട്ടാവുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ നല്ല തിക്കായിട്ടൊന്നും കോട്ടാവണ്ട. ഒരു മീഡിയം രീതിയിൽ അതൊന്നൊന്ന് കോട്ടായി കിട്ടിയാൽ മതി. ഒരുപാട് തിന്നായി പോവുകയും ചെയ്യരുത്, എന്നാൽ ചെറുതായിട്ട് അത് കോട്ടിങ് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഹാർഡായി പോകരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഷാലോ ഫ്രൈ അല്ല, അത്യാവശ്യം നന്നായിട്ട് ഇത് കുക്കാവുകയും വേണം. പിന്നീട് നമ്മൾ ഒരുപാടൊന്നും ചിക്കൻ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ. പുള്ളൊക്കെ നന്നായിട്ട് കുക്കാകുന്ന രീതിയിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട വഴി തന്നെ നമ്മളൊരു സ്പൂൺ വെച്ചൊന്നും ഇത് ഇളക്കാനൊന്നും പോകരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പയ്യെ ഒന്ന് സ്പൂൺ വെച്ച് അനക്കി കൊടുക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയത് കാരണം അടിയിലൊന്നും പിടിക്കില്ല. ഇനി നോൺ സ്റ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഈ എണ്ണയിലേക്ക് ഇട്ട വഴി ഇത് തൊടാനൊന്നും പോകരുത്, കാരണം ആ ഒരു കോട്ടിങ് നമ്മളുടെ ചിക്കനിലേക്ക് പിടിക്കാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. കോട്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെ ചിക്കനിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ ഇത് സ്പൂണിട്ട് മിക്സ് ആക്കരുതെന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പയ്യെ ഒന്ന് പിടിപ്പിക്കുക. ഇപ്പോൾ ഒരു സൈഡൊക്കെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ പീസും ഒന്ന് ജസ്റ്റ് മറിച്ചൊക്കെ ഇടുക. മറിച്ചൊക്കെ ഇട്ട് ചിക്കൻ നന്നായിട്ട് കുക്കാക്കി എടുക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ മസാലയിലിട്ട് നമ്മൾ ഇട്ടിട്ട് ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ആ സോസ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് അലുത്ത് പോകുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് ആ കറക്റ്റ് ചില്ലി ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
ഇപ്പം ഇതിവിടെ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊന്നും ഉപയോഗിക്കരുത്. അതിന് വരെ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്, സവാള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തതുകൊണ്ട്, ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതുകൊണ്ട്, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. ഇത്രയും സംഭവങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ തന്നെ ചെറുതാക്കി അരിയാനായിട്ട് നോക്കുക. കാരണം ഇങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ ചില്ലി ചിക്കനകത്ത് കിടക്കുന്നത്, ഈ ഒരു രീതിയിൽ. പിന്നെ അതിലേക്ക് ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ അടിയിലത്തെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. വൈറ്റ് പോർഷൻ അല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ സംഭവം ഹാർഡായിട്ടുള്ള ഇല്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ആ സവാള കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ചിക്കനകത്തെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇഞ്ചിയോ അതൊന്നും ഓവറായിട്ട് അങ്ങ് കുക്കാക്കില്ല. ജസ്റ്റ് അതൊന്ന് എണ്ണയിലിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചില്ലി ചിക്കനിൽ അത്യാവശ്യം പച്ചമുളക് വേണം, എരിവ് കുറച്ചുണ്ടെങ്കിലാണ് ചില്ലി ചിക്കൻ ടേസ്റ്റ് ആവുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു 6-7 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടി നമുക്കിത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിനകത്ത് പച്ചമുളക് എടുക്കുമ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളക് എടുക്കാതിരിക്കുക, അപ്പോഴാണ് നമുക്ക് കൂടുതൽ പച്ചമുളക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസാണ് ഞാൻ ചേർക്കുന്നത്, അത് 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ടൊമാറ്റോ സോസാണ്, അതും ഇതുപോലെ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. സോസിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനീഗറാണ്. 1 ടീസ്പൂൺ വിനീഗർ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീരാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഇവിടെ 2 കളർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ മാത്രമായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന കാരണം ഞാനത് 2 കളറിലാക്കി എടുത്തേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ കുക്കായി പോവരുത്. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് ജസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് സോസുമായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില്ലി ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സെമി ഗ്രേവി പരുവത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ മിക്സാണ്. അതെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം സെമി ഗ്രേവി ആ ഒരു രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സെമി ഗ്രേവിയിൽ എടുക്കുന്ന കാരണം ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ ലാസ്റ്റ് 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൂടി ചേർക്കുമ്പോൾ. പിന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി നമുക്ക് ചേർക്കാം. പിന്നെ കോൺഫ്ലവർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കോൺഫ്ലവറിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് വരും. അതപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കോൺഫ്ലവറും ഒക്കെ വെന്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ചിക്കനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ സെർവ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ സോസ് റെഡിയാക്കിയിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു ചിക്കൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ ആ ക്രിസ്പിനെസ്സിനോട് കൂടി തന്നെ അതങ്ങനെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതിന്നിപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ചില്ലി ചിക്കൻ. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണം പുറത്തൊന്നും പോയി നമുക്ക് ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്